നമ്മളിപ്പോ എവിടെ നിക്കണേ? നമ്മളിപ്പോ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സൈഡാണിത്. അപ്പൊ ഇത് ആ സൈഡ്. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പറഞ്ഞിരുന്നു ശനിയാഴ്ച ഗുരുവായൂർ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എന്താണ് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഈ കാണുന്നത്. വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണ് നമ്മുടെ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ ഓഡിറ്റോറിയം. അത് ടെമ്പററി ആയിട്ടാണ് മുമ്പുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അത് പെർമനന്റ് ആക്കി പുതുക്കി പണി. പെർമനന്റ് ആണ് ഇപ്പൊ. അതെ അതെ കിട്ടില്ല. കാണാൻ കണ്ടുപോയിട്ട് ഇപ്പൊ ആനവരുടെ അപ്പൊ അതിന്റെ തിരക്കുണ്ട്, ഈ തിരക്കുണ്ട്. കാരണം രാവിലെ 9:30 9 മണിക്ക് 8:30 തുടങ്ങി പരിപാടി. അപ്പൊ അതിന് നല്ല തിരക്കാ. ഇപ്പൊ തന്നെ ചേട്ടൻ വേണ്ടില്ല നല്ല തിരക്കാ. ഇത്രേ ഗുരുവായൂരൊക്കെ എല്ലാവർക്കും അറിയില്ല. ആനവരെ മറ്റത്തിൽ ഒരിക്കുന്ന സംഭവം. അല്ലാണ്ട് കുറെ ആൾക്കാർ. പിന്നെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിന്റെ NSSലെ കുറച്ച് ചേട്ടന്മാരുണ്ട്. അവരാണ് ഇതിന്റെ വളണ്ടിയേഴ്സ് ഒക്കെ. അവരാണ് ഇതൊക്കെ കൊണ്ട് നിയന്ത്രിക്കുന്നൊക്കെ. ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അവരാണ് ഫുൾ വളണ്ടിയേഴ്സ്. പിന്നെ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനവരയ്ക്ക് വരയ്ക്കാനായിട്ട് ഇപ്പൊ മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ ആനവരയ്ക്കുള്ള കുട്ടികൾ ആരാന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഒരു ടാഗ് ഉണ്ടാവും. ഞാനൊന്നും വരയ്ക്കില്ല എന്തായാലും. അപ്പോ അതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അവിടെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ വെച്ചാ പുതിയ സ്റ്റേജില്. പിന്നെ സ്റ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റേജിൽ ആധുനിക മറ്റു സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള സ്റ്റേജ് ആണ് പഠിക്കുന്നത്. പിന്നെ അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്ന് പറഞ്ഞാൽ പിടിച്ച് വലിക്കുന്ന ഓട്ടോമാറ്റിക്കാ. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിലൊക്കെ കാണില്ലേ, ജയശ്രീ തിയേറ്റർ ഇപ്പൊ ജയശ്രീ അതിന്റെ കട്ടം താഴ്ന്നോട്ടോ. അതേപോലെ തന്നെ ഇത് ഇങ്ങനെയാണ്. അതെ ആ രീതിക്കാണുള്ളത്. അപ്പൊ ടെക്നോളജി പണ്ടത്തിലെ ആൾക്കാരെ പിടിച്ചോണ്ട്. അപ്പൊ ഗുരുവായൂര് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കൂടാതെ തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം വന്നിരിക്കുകയാണ്. അത് നമുക്ക് കലാപരിപാടികളും കാണാനും കളിക്കാനും ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങോട്ട് ഫ്രണ്ട് ഭാഗങ്ങളിലൊക്കെ കണ്ടോക്കാം. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അപ്പൊ നമ്മളോടുള്ളത് തൃശ്ശൂർ കളക്ടർ ശ്രീകാന്താണ്. അപ്പോ ഇപ്പൊ ഗുരുവായൂർ ആനവരല്ലേ അപ്പൊ അതിനെക്കുറിച്ച് 2 വാക്ക് പറയാം. മാതൃഭൂമി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് 4 വർഷമായിട്ട് ഗുരുവായൂരിലെ ആനവര നടക്കും. ഈ പ്രാവശ്യം പ്രത്യേകത ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിന്റെ സ്റ്റേജ് സമർപ്പണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നടക്കുന്ന പ്രോഗ്രാം കൂടിയാണ്. ഒത്തിരി അധികം കുട്ടികൾ, കൊച്ചുകുട്ടികളടക്കം വിദ്യാർത്ഥിനികളും അതുപോലെ തന്നെ ചിത്രകലാരംഗത്ത് പ്രശസ്തരായ ആളുകൾ കൂടി ഇന്ന് ഈ ആനവരയിലെ പങ്കാളികളാകുന്നത് ഈ ഒരു പരിപാടിയിൽ പങ്കാളിയാവാൻ സാധിച്ചത്. അപ്പോ ഇവിടെ സ്റ്റേജിലുണ്ടല്ലോ ഒരു ചേച്ചി പാടിക്കൊണ്ടിരിക്കുക. എന്താ ഉദ്ഘാടനം പോലെ തന്നെ പറയാം പാട്ടില്. ആദ്യമായിട്ടില്ല, ഫസ്റ്റല്ലേ സ്റ്റേജില്. ഈ ചേച്ചിയാണ് ആദ്യമായിട്ട് പാടുന്നത്. അതെ, ഉദ്ഘാടനം കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് ആദ്യമായിട്ട് ആലോചിക്കുന്നത്. അതെ അതെ, അതിൽ ഗുരുവായൂരപ്പനാണ്. അടിപൊളി, നല്ല പാട്ട് രസമുണ്ടായി. അപ്പൊ ഇവിടെ ആനവരയ്ക്ക് വേണ്ടിട്ട് പിള്ളേരെല്ലാവരും ഇവിടെ വെയിറ്റ് നിൽക്കുക. കൺസെപ്റ്റ് അങ്ങനെയൊന്നുമില്ല, ആനനെ കുറിച്ച് വരയ്ക്കാതെ തന്നെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനുണ്ടായിരുന്നു വരയ്ക്കാനായിട്ട്. അങ്ങോട്ട് വരയ്ക്കുക, അത്രേ ഉള്ളൂ. നോക്കൊന്നുമില്ല. ആനെ കണ്ട് ആനക്ക് എന്തൊക്കെയോ അത് ആനത്തിന് വരച്ചു വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. 10 വയസ്സ് വരച്ചു പങ്കെടുക്കുക. അങ്ങനെ സംഭവം അതിൽ പങ്കെടുക്കുക. അതിന് പരിപാടി വലിയ ഷീറ്റ് അതില് വരച്ചോണ്ടിരിക്കുക. ഇഷ്ടംപോലെ വരച്ചോണ്ടിരിക്കുക. കൊള്ളാം. പിന്നെ ആനവരയ്ക്കാണ് കുട്ടികൾക്കൊക്കെ ഓരോ മാതൃഭൂമി പത്രം, പത്രം, അതുപോലെ തന്നെ ഇതില്ലേ പഞ്ചാംഗം, അങ്ങനെ കുറെ ഉപകാരമുണ്ട്. പിന്നെ മാതൃഭൂമി ദേവസ്വം കൂടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പൊ അതിന്റെ പരമായിട്ടാണ് മാതൃഭൂമി പഞ്ചാംഗം അതുപോലെ മാതൃയുടെ പത്രമൊക്കെ കൊടുക്കുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ഉണ്ടല്ലോ, അതിന്റെ പുറകു ഭാഗം. ഒരുങ്ങാൻ വേണ്ടി അങ്ങനെയുള്ള പ്രോഗ്രാം ഒരുങ്ങാനും ഡ്രസ് മാറാനും
ഇവിടെ എന്താ വെച്ചാൽ ആനകൾക്ക് ഗിഫ്റ്റ് ഉണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ സർട്ടിഫിക്കറ്റും ഉണ്ട്, ഗിഫ്റ്റും ഉണ്ട്. ആ ഗിഫ്റ്റാണ് ഇരിക്കുന്നത്. എത്ര കെട്ട് കണക്കിന് നോക്കി ഇഷ്ടം പോലെ അല്ലേ. അപ്പൊ എത്ര കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ കംപ്ലീറ്റ് അവർ കൊടുക്കും, കംപ്ലീറ്റ് അതെ ഫുൾ ആയിട്ട് കൊടുക്കും. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്തുണ്ടോ ഈ എമൗണ്ട് ഉണ്ട്, എമൗണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പ്രഖ്യാപിക്കും. അപ്പൊ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഈ സ്റ്റേജ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്റ്റേജ് പെർഫോം ചെയ്യുന്നത് എന്തെങ്കിലും മറ്റേ ഇപ്പൊ അടുത്ത പ്രോഗ്രാം മണിക്കൂറുകളെ കണ്ടില്ലോക്ക് ഇത് ആനേനെ ഇവിടെ നിർത്തിയിട്ടിരിക്കുക. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ആനവരെ ആണല്ലോ, അപ്പൊ അതിനോടനുബന്ധിച്ച് തന്നെ ആനേനെ കണ്ടുകൊണ്ട് വരയ്ക്കാണ് ഒന്നും കൂടി നന്നായി എന്ന ലെവലില് ആന ഉണ്ടല്ലോ തുമ്പിക്കയൊക്കെ പൊക്കി വേണമെങ്കിൽ ആ ഒരു പോസ് എന്ന് വെച്ചാൽ ആന കുട്ടികൾക്ക് ഒന്നുകൂടി സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. ആനനെ പെട്ടെന്ന് ഓർത്തെടുക്കുക, അതിന്റെ ലുക്ക്, അതിന്റെ ഭാവം. അതുകൊണ്ടാണ് ആനേനെ ഇവിടെ നിർത്തുന്നത്. എല്ലാ ആവശ്യമുള്ള പേരുടെ നല്ല രസമാണ് അല്ലേ. അകത്തുനിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക രസം. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് ഇവിടെ ആനയുടെ മുഖം കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇത് പുറകുന്ന ആയതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റില്ല. അല്ലേ അടിപൊളി. ഇനിയിപ്പോ ആന പോകാൻ പറ്റും. ആനേനെ കുട്ടികൾക്ക് നോക്കി വരയ്ക്കാനോ. ആന നല്ല പോസിലൊക്കെ അടിപൊളിയായിട്ട് എന്ത് രസമാണ്. നല്ല ഭംഗി, അടിപൊളി. ഒരാൾക്കും ഇപ്പൊ ഗുരുവായൂർ ഇപ്പൊ ഇവിടെ ചെറിയ പുകയും കാരണൊക്കെ ഉണ്ട്. ആ ഒരു കൂടെ എന്ത് ഭംഗിയാണ് കാണാൻ. അതെ, അതാ അവിടെ അകത്ത് പായസം ആ പുക കൂടി ആകുമ്പോ അടിപൊളി കൊള്ളാം. ശ്രീ ദേവി ഗോപിനാഥ് അവർ ഗുരുവായൂർ സേവാ സംഘത്തിന്റെ എല്ലാ ആളുകൾക്കും വിതരണം ചെയ്യുകയാണ്. ദൈവനായി ഗോപിനാഥ് സാർ അവരുടെയും ഏറ്റുവാങ്ങാനായി നമ്മുടെ എല്ലാ പ്രിയങ്കരനായ സ്വാമി അവരുടെയും ക്ഷണിക്കുന്നു. ഒപ്പം ഗുരുവായൂർ ഭക്ത സേവാ സംഘത്തിന്റെ എല്ലാ ആളുകളെയും സ്വാഗതവും ക്ഷണിക്കുന്നു. ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ ഉണ്ടെങ്കിൽ എത്രയും അപ്പോ ഇത് നമ്മുടെ ഈ സ്റ്റേജ് നമുക്ക് സ്പോൺസർ എന്താന്ന് ആരാന്ന് വെച്ചാലേ കുംഭകോണം ശ്രീ ഗുരുവായൂരപ്പൻ ഭക്തസേവാ സംഘം അവരാണ് ഈ സ്റ്റേജിന് ഫണ്ടും കാര്യങ്ങളൊക്കെ വഴിപാടായിട്ട് സമർപ്പിച്ചത്. കുംഭകോണത്തിന്റെ ആൾക്കാരാണ് ഇതിന്റെ ഫുള്ള് ഫണ്ടമെന്റലി കാര്യമായിട്ടുള്ളവര്. ഇവരാണ് ഇതൊക്കെ സ്പോൺസർ ചെയ്തത്. നമ്മുടെ സ്റ്റേജ് അതിനകത്ത് കാര്യങ്ങളെല്ലാം ഫണ്ടുപരമായിട്ട് എല്ലാ രീതികളും നമ്മുടെ കുംഭകോണത്തെ ആൾക്കാരാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് പ്രത്യേകം എടുത്തു പറയുന്ന സംഭവം കൂടിയാണ്. ഇവിടെ ഓരോരുത്തരായിട്ട് വരയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആനയൊക്കെ വരച്ചു കണ്ടില്ലോക്കെ എല്ലാവരും ആന വരച്ചു തുടങ്ങി. പറഞ്ഞല്ലോ ഇപ്പൊ ആന ഇപ്പൊ പോയുള്ളൂ. ഇപ്പൊ അവിടെ നിന്നിട്ട് ഇവിടെ കളറടിച്ചു തുടങ്ങിയുള്ളൂ അല്ലേ. അങ്ങനെ ഒരു 11:30-12 അതിനുള്ളിൽ തീരും ഈ പരിപാടിയൊക്കെ. ഉള്ളല്ലേ നല്ല രസമാണ്. എന്തായാലും എല്ലാവരും വരച്ചു തുടങ്ങി. നമ്മള് അവിടെ നിന്ന് ഇറങ്ങി, അതായത് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അതായത് ആനവരുടെ വരക്കിലെല്ലാം കാര്യങ്ങളും കഴിഞ്ഞു. അതുപോലെ തന്നെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു നമ്മുടെ പുതിയ സ്റ്റേജിന്റെ, അതും കഴിഞ്ഞു. അങ്ങനെ സ്റ്റേജിന് ഓപ്പൺ ആയില്ല. അതെ, പുതിയൊരു സ്റ്റേജായി ഇപ്പൊ. അപ്പൊ പറഞ്ഞില്ല, അതായത് മറ്റേ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്റ്റേജാണ് കേട്ടോ. നല്ല അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അടിപൊളി സ്റ്റേജാണ്. അതെ, അതെന്തായാലും കൊള്ളാം. കാരണം നല്ല ലക്ഷറി ലുക്ക് ഉണ്ട് അതിന്. ശ്രീ ഗുരുവായൂരപ്പനോട് ചേർന്ന് ചെയ്തിട്ടുള്ള ആ ഒരു ലേബല്, അതുപോലെ തന്നെ 2 സൈഡിലുള്ള ഭഗവാന്റെ ഫോട്ടോസ്, പിന്നെ ഉൾഭാഗത്തുള്ള സ്പേസ്, അതിന്റെ ഉള്ളിൽ കളറായിട്ട് എടുത്തില്ല അവര് പെയിന്റിങ് കാരണം ലൈറ്റ്നസ് ഒക്കെ നൈസാണ്. ശരിക്കും ലക്ഷറി ഫീലിംഗ് ഉണ്ടായിട്ടില്ല. നല്ല അടിപൊളിയാണ്. പിന്നെ ഓട്ടോമാറ്റിക് കട്ടറുണ്ട്, അങ്ങനെ കുറെ അടിപൊളി സംഭവമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആനവര നടക്കുന്നുണ്ട്. ആനവര ഉണ്ടായിരുന്നു. ആനവര ഇപ്രാവശ്യത്തടക്കം 4ാമത്തെ വട്ടമാണ് ആനവര നടക്കുന്നത്. അത് നമ്മുടെ മാതൃഭൂമിയും അതുപോലെ ദേവസ്വം കൂടി ചേർന്നിട്ടാണ് ആനവര നടക്കുന്നത്. അപ്പൊ അതിൽ ഒരുപാട് കുട്ടികൾ വരും. കുട്ടികളും അത്യാവശ്യം വരയ്ക്കാൻ അറിയുന്നവരും ഒക്കെ ആയിട്ട് വരും. ഇനിയിപ്പോ ആനേനെ കാണാത്ത കുട്ടികളാണെങ്കിൽ ആനേനെ നോക്കി വയ്ക്കാണ്ട് ആനേനെ കൊടുക്കുന്നത് ആനവരാണ്. അപ്പോ ആനേനെ ഒന്നുകൂടി ഗുരുവായൂർ ദിവസം ആനക്കോട്ടിൽ എത്ര ആനകളുണ്ട്, അത്ര പവറായിട്ടുള്ള ഗുരുവായൂർ ദിവസം അവര് ആനയുടെ ഇറക്കി പിള്ളേർക്ക് കണ്ടൊന്ന് വരയ്ക്കും. എന്നിട്ട് ആനയുടെ പേരെന്താണെന്ന് വെച്ചാൽ ജൂനിയർ വിഷ്ണു. ജൂനിയർ വിഷ്ണു വന്നിട്ടുള്ളത് ഗുരുവായൂർ ദിവസം ആന
അപ്പൊ ആ ആനനെ കണ്ടാൽ ഒന്നുകൂടി അമ്മ ഇങ്ങനെ ആ മൈൻഡിൽ ഇങ്ങനെ ആനുണ്ടാകുന്ന ഇത് കൊള്ളാലോ എന്നുവെച്ചാൽ ഒന്നുകൂടിയും പിള്ളേർക്ക് ഒന്നുകൂടിയും ഓർമ്മ വരുത്താൻ വേണ്ടിട്ട് ആനേനെ കണ്ടിട്ട് വരുത്താൻ. പിന്നെ ആനയുടെ ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാൻ നമുക്ക് അനുഗ്രഹം എന്നൊക്കെ ആയിരിക്കണം പറയാം. അങ്ങനെ നല്ല രസമുള്ള പരിപാടിയായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും എല്ലാ പരിപാടിയും കഴിഞ്ഞ് നാളെ ഒരു പരിപാടി വരുന്നുണ്ട്, ഞായറാഴ്ച. സ്പെഷ്യൽ പ്രോഗ്രാം. അതെ, സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്. രാവിലെ 9:30 പറഞ്ഞിട്ടുള്ളത്. പോണ്ടേ? അപ്പൊ അതിന്റെ വീഡിയോ വരും. അതും ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിരിക്കും. അതെ. അപ്പൊ അതും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. 15K ആണ് ഞങ്ങളുടെ ലക്ഷ്യം. പറയുന്നുണ്ട്. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. അങ്ങനെ തന്നെ നാളെ നമുക്ക് കാണാം വീഡിയോ ആയിട്ട് പരിപാടി ആയിട്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.